തൃശൂർ കുതിരാൻ മേഖലയിലെ ശല്യക്കാരനായ കൊമ്പനെ പിടികൂടാൻ ദൗത്യത്തിന്റെ ആദ്യഘട്ടം തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നെത്തിച്ച കുങ്കി ആനകളെ ഉപയോഗിച്ചുള്ള ദൗത്യമാണ് തുടങ്ങിയിരിക്കുന്നത്. കുതിരാനിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഈ ആനയെ ഇപ്പോൾ ഉള്ള സ്ഥലം കണ്ടെത്താനായിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? രുചീഷ്, ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ശല്യക്കാരനായ കൊമ്പനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയാണ് വയനാട്ടിൽ നിന്നും കുങ്കിയാനകളായ വിക്രമിനെയും ഭരത്തിനെയും തൃശൂർ കുതിരാനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആനകളുമായി ഈ വന്യ ജീവി ആക്രമണം പതിവായി ഉണ്ടാകുന്ന കുതിരാൻ മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലായി ഇപ്പോൾ റോന്ത് ചുറ്റുകയാണ് ഉദ്യോഗസ്ഥർ. എനിക്ക് പിന്നിൽ കാണാം രണ്ട് കുങ്കിയാനകൾ, വിക്രമും ഭരത്തും. നേരത്തെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലെല്ലാം പങ്കെടുത്ത രണ്ട് കുങ്കിയാനകളാണ്. ആ മുറിവാലൻ ആണ് ഭരത്, അപ്പുറത്ത് നിൽക്കുന്ന ആനയാണ് വിക്രം. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ദൗത്യങ്ങളിലും പങ്കാളികളായ രണ്ട് ആനകളെ ഇപ്പോൾ വനമേഖലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കുതിരാനാണ്. കുതിരാനിലെ പഴയ ദേശീയപാതയുടെ ഭാഗമായി ഉണ്ടായിരുന്ന റോഡാണ്. കുതിരാൻ ഇരട്ടത്തുരങ്കം യാഥാർത്ഥ്യമായതോടുകൂടി ഈ റോഡ് ആരും ഉപയോഗിക്കാതെ ഇത് പൂർണ്ണമായും വനവകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് മാറി. അവിടെ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ വന്യജീവി ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ നേരത്തെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ ഫെൻസിങ് ചില ഭാഗങ്ങളിലൊക്കെ കേടുവരുമ്പോൾ ആ ഭാഗത്തുകൂടി ആന ഇറങ്ങി പ്രദേശത്തേക്ക് എത്തുകയും ജനവാസ മേഖലകളിലേക്ക് അടക്കം ആന ശല്യമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ശല്യമുണ്ടാക്കിയ ആനയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയേറെയായി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആന മദപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശല്യം പ്രദേശവാസികൾക്കടക്കം ഉണ്ടാവേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫോറസ്റ്റ് വാച്ചറെ ആക്രമിക്കുകയും ആളുകളുടെ കൃഷിസ്ഥലത്തും മറ്റും നാശനാശം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത ആനയുടെ ശല്യം പൊറുതിമുട്ടിയതോടുകൂടിയാണ് പ്രദേശവാസികൾ ഇതിനെ പിടികൂടുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. വനമന്ത്രി AK ശശീന്ദ്രൻ തന്നെ ഇവിടെ നേരിട്ടെത്തി ആ പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ ആനശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കാര്യമാത്രമായ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. AI ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ശല്യക്കാരനായ കൊമ്പനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിരീക്ഷണവും മറ്റും നടത്തിയിട്ടുണ്ട്. ഇന്നും അത്തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ കൊമ്പൻ ഇവിടെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ മദപ്പാടിലുള്ള ആന ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കുങ്കിയാനകളെ അവിടേക്ക് എത്തിച്ച് അതിനെ കാട് കയറ്റാനുള്ള നീക്കങ്ങളും മറ്റുമാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കുങ്കിയാനകൾ നാട്ടാന പരിപാലനം ലഭിച്ച കുങ്കിയാനകളുള്ള സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ വന്യമൃഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ശല്യക്കാരനായിട്ടുള്ള ഒറ്റയാനോ ആനകളോ അങ്ങനെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആന എവിടെയാണ് വനത്തിനുള്ളിൽ ഉള്ളത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തിയതിന് ശേഷം ഈ കുങ്കിയാനകളെ അവിടേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും മറ്റുമാണ് ആലോചിക്കുന്നത്. ഇത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒന്നാമത് പലവിധ തടസ്സങ്ങളുണ്ട്. ശല്യക്കാരനായ ആന മദപ്പാടിലാണ്. അതേപോലെ തന്നെ ഈ ആന ഉള്ള സ്ഥലത്തേക്ക് കുങ്കിയാനകളെ എത്തിക്കേണ്ടതുണ്ട്. അത് ശ്രമകരമായ കാര്യമാണ്. ഏതായാലും അതിൻ്റെ എല്ലാം ഒരുപക്ഷെ 1-2 ദിവസങ്ങൾ കൊണ്ട് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. എന്തായാലും കുതിരാനിൽ കാട്ടാനയെ പിടിക്കാനുള്ള, അവിടെ നിന്ന് തുരത്താനുള്ള ഒരു ശ്രമം അവിടെ 1-ാം ഘട്ടം തുടങ്ങിയിട്ടുണ്ട്. കുങ്കിയാനകളെ കൊണ്ടുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.